ഹായ് ഹലോ വെൽക്കം ടു സാബുവിന്റെ പിള്ളേർ. ഇന്ന് ചേട്ടൻ ചേച്ചീനെ മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കയ്യിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും അറിയാവോ? അങ്ങനെ അറിഞ്ഞിട്ടല്ലല്ലോ എല്ലാവരും എല്ലാം ചെയ്യുന്നത്. നമ്മളിപ്പം അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ ചെയ്യുക. ഇതുവരെ കണ്ടിട്ടില്ല, മേക്കപ്പ് ചെയ്ത് കണ്ടിട്ടുമില്ല, മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുമില്ല. പിള്ളേർക്ക് ഇതിന്റെ ആഗ്രഹം പറഞ്ഞ പറ്റുന്ന പോലെ ചെയ്യും, സൂപ്പർ ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങാൻ പോവാ. ഏത് സ്റ്റൈലാ വേണ്ടേ? കണ്ടംപററി. ഓക്കെ, കണ്ടംപററി എന്തോന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഓക്കെ. മറ്റേ കണ്ടത്തി ആ പരിപാടി ആണോ? ഓക്കെ, അത് തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് അവിടെ ഓക്കെ പുലിക്കളി. എന്നിട്ട് പുലിക്കളിക്ക് പോകുന്നവരുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്കൊന്ന് വാഷ് ചെയ്യാം. അതെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, ശരി. അടിയിലൊരു ഓട്ട ഉണ്ട് ഗൈസ്. ടിഷ്യൂ ഒക്കെ ഞാൻ ചെയ്തോളാം. ഞാനല്ലേ മേക്കപ്പ് ചെയ്യുന്നേ. ഓവറാക്കാതെ മിണ്ടായി. ഇവളെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്നാ എനിക്ക് തോന്നുന്നേ. മുഖം വാഷ് ചെയ്തെടുക്കുക. നേരത്തെ ഉള്ള ഒരാഴ്ചത്തെ മുമ്പുള്ള കുളിക്കാത്ത എല്ലാ അഴുക്കും പോകണ്ടേ? എന്നാലും പുതിയ മേക്കപ്പ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, അകത്തഴുകും. ഓക്കെ, കണ്ടോ? ഇപ്പൊ തന്നെ നല്ല ഗ്ലോ ആയിരിക്കും. അത് കാരണം കുളിക്കണം. നമ്മള് മുഖം കഴുകിയിട്ടുണ്ട്. ഇനി നമ്മള് മോയ്സ്ചറൈസർ ഇടാം. നോക്കാം. ഏതോ വീഡിയോയിൽ ആരോ കാണിച്ചതുപോലെ കണ്ടെങ്കിലും ചെയ്യുക. എത്രത്തോളം ശരിയാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ സ്വന്തം ഭാര്യയായിട്ട് വിഷയമില്ല. നിങ്ങൾ ഇതേപോലെ വേറുള്ളവരുടെ ഭാര്യമാരുടെ ട്രൈ ചെയ്യാതെ നോക്കരുത്, ട്രൈ ചെയ്യാതെ നോക്കരുത്. തെറ്റിപ്പോയില്ലേ? കുഴപ്പമില്ല. സ്വന്തം ഭാര്യയിൽ മാത്രം ട്രൈ ചെയ്യാന്നാ ഉദ്ദേശിച്ചത്. കാണുന്നവർക്ക് മനസ്സിലായി. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞേ, സ്വന്തം ഭാര്യ മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ. അല്ല പണി അറിയണം. നനയാവണ്ടേ മോളെ? മോയ്സ്ചറൈസ് ഇട്ട് എന്റെ അടുത്ത് ആക്കുക.
നമുക്ക് കുറച്ച് ടൈറ്റ് ആയില്ലേ അതാ. ഇത് ബ്യൂട്ടീഷ്യൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവസാനം കാണുമ്പോൾ അറിയാല്ലേ. മതി. ഓക്കെ, ഇനി അടുത്തിട്. ഇനി അടുത്തത് ഐലമേ പിടിക്കുന്നവരുണ്ട്, വഴിവഴിപ്പുണ്ട് അത്ര. ഇനി നമ്മള് ഫൗണ്ടേഷൻ സൺസ്ക്രീൻ ഫൗണ്ടേഷൻ സൺസ്ക്രീൻ ആണോ? സൺസ്ക്രീൻ. ആഹാ, നമുക്ക് പർപ്പിൾ കളറാണ് ഇങ്ങനെ എനിക്ക് എടുക്കുന്നത്. ഓക്കെ, ഉണ്ട്. അവിടെ വീട്ടിൽ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടി. ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിന്റെ വാളൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ തേച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതാ ഒരു ഓർമ്മ വന്നു. നമ്മളിന്ന് കോൺക്രീറ്റ് പണിക്ക് പോയിട്ടില്ല, അതൊന്നും അറിയത്തില്ല. എന്നാലും തേപ്പോലേക്ക് തേക്കുന്ന ഇച്ചിരി എളുപ്പം തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പറ്റുന്ന പോലെ ചെയ്ത് ശരിയാവുന്നുണ്ട്. ഇതൊരു കോൺഫിഡൻസ് ഇല്ലേ, അതാ ഞാൻ പറഞ്ഞേ, സ്വന്തം ഭാര്യ മാത്രമേ ഇത് ട്രൈ ചെയ്യാവുള്ളൂ. തെച്ചിട്ട് തേച്ചിട്ട് തീരുന്നില്ലല്ലോ. ഞാൻ ഇടുന്ന സൺസ്ക്രീൻ ഇട്ടാൽ മതിയായിരുന്നല്ലേ? ഞാൻ ഇടുന്ന സൺസ്ക്രീൻ ചെയ്യാം, അത് ഇച്ചിരി കൂടി എനിക്ക് തോന്നുന്നു ഇച്ചിരി ബെറ്റർ ആയിരുന്നു. പർപ്പിൾ കളർ ഉണ്ടെന്നേ ഉള്ളു. ഇത്ര ഞാൻ തേച്ചാൽ കുഴപ്പമൊന്നും അറിയത്തില്ല, തുടച്ചെടുക്കേണ്ടി വരുമോ? ഇപ്പൊ ഒന്നും കൂടി മുഖം കഴിയേണ്ടി വരും. കുഴപ്പമില്ല, പറ്റത്തില്ല. അതെന്താ ശരിയാവണ്ടേ? ഇത് പറ്റത്തില്ല. കയ്യിലിരിക്കും, ഭംഗിയാവുമല്ലോ. ചിലരെങ്ങനെ തൊലിയൊക്കെ എടുത്ത് കളയും, ട്രീറ്റ്മെന്റ് ഉണ്ട് അങ്ങനെ. നമുക്കതിനൂടാ പുതിയ എന്തൊക്കെയോ പരിപാടികൾ ഇറങ്ങിയിട്ടുണ്ട്. മുടി ഇച്ചിരി ഷേവ് ചെയ്താലോ? ഇങ്ങനെ ഇരിക്കും, ഈ സൈഡിലും ഉണ്ട്. ഷേവ് ചെയ്താലോ? പണ്ടിട്ട് ബാർബർ ഷോപ്പിൽ ഇരിക്കുമല്ലോ, നമ്മളെ പല കേട്ടിട്ട് നമ്മൾ ഇരിക്കുമല്ലോ, അതായിരിക്കും ഓർമ്മ. നമ്മള് സൺസ്ക്രീം എല്ലായിടത്തും നമ്മൾ തേച്ച് ഈ ലിപ്സ്റ്റിക് ഇടായിരിക്കും. സൺസ്ക്രീം ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടാം. നമുക്ക് ആകെ അറിയാവുന്ന 2 പ്രോഡക്റ്റുകൾ, സൺസ്ക്രീമും ലിപ്സ്റ്റിക്കും. വേറെ ഇനി എന്തോ തേക്കുന്നതിന് അറിഞ്ഞൂടെ. ഇവിടെ എന്തൊക്കെയോ പ്രോഡക്റ്റ് ഉണ്ട്, എന്നാലും നോക്കട്ടെ. ആദ്യം ഇത് വെച്ച് ബൗണ്ടറി കാണിക്കാം. ഇല്ലയോ? ബൗണ്ടറി അല്ല ഇതിന്റെ ഇതെങ്ങനെ ഓക്കെ 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 ഫൈൻ. ഞാൻ പറഞ്ഞ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ ഫൈൻ. ചിരിക്കാതിരിക്കോ പ്ലീസ്. ഇത്ര
ചിരിക്കാനൊന്നുമില്ല, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചില അബദ്ധങ്ങൾ പറ്റും. നേരെ ഇരുന്നേ നോക്കട്ടെ. ബൗണ്ടറി അറിയിക്കണോ അതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? അതിനല്ലേ ഈ ചെറിയ അതെങ്ങനെ മനസ്സിലായി? അല്ല പിന്നെ ഇത്രയും വീതിയുള്ള ചുണ്ടിനകത്ത് ഇത് ഇപ്പൊ പെൻസിൽ പോലത്തെ ഒരു സാധനം വെക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു മറ്റേ കണ്ണി വരയ്ക്കുന്നത്, പിന്നെ കളറുള്ള സാധനം കണ്ണി വരയ്ക്കത്തില്ലെന്ന് മനസ്സിലായി. ഇനിയിപ്പം ഇതേ ഷെയ്ഡുള്ള ആണ് പിന്നീട് ഇനി ഇതേ കളറുള്ള ലിപ്സ്റ്റിക്ക് വേണമല്ലേ? ഇതേ കളറുള്ള ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് അറിയത്തില്ല. എങ്ങനെ ഇത് അത് പൊട്ടും. കൈ നനഞ്ഞിരിക്കുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ കൈ. ഓ ഇത് ക്യൂടെക്സ് ആണ്. ആ ഓക്കെ ഓക്കെ ലിപ്സ്റ്റിക്ക്. ആ ലിപ്സ്റ്റിക്കാണ്. ഈ കളർ മാറിപ്പോയി. ഇത് ആദ്യം തന്നെ ഇതെടുത്താൽ മതിയായിരുന്നു ഗൈസ്. ഇത്രയും കൊണ്ട് എന്തോ ഇങ്ങനെ എന്തോ ഇങ്ങനെ കൂടി പോയില്ലയോ? കുറയ്ക്കുന്നത് എങ്ങനെ ഇത്? ഇത്രയൊന്നും ഇട്ടിട്ടില്ല. നോക്കട്ടെ വെറൈറ്റി അല്ലേ ഇത്? എന്തിങ്ങനെ ഓർഡർ ഇല്ലാതിരിക്കുന്നത്? ഇനി ഇടണോ? കുറച്ച് അത്ര മതിയായിരുന്നു. ഓക്കെ പോകുന്നില്ലല്ലോ. അവസാനം ഇത് കാണിക്കത്തില്ലേ? അവസാനം എനിക്ക് കാണിച്ചു തരത്തില്ല. അതെ 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 കാണിച്ചു തരാം. ഈർക്കുന്നുണ്ടോ? ഇല്ല. അതെ ചൂടല്ലേ ഈ കാലാവസ്ഥ ഇങ്ങനെ. ഓക്കെ ഓക്കെ ചിക്കൻ തീരെ ഓക്കെ ഇനി കണ്ണെടുത്തോ? അല്ല പിരി എഴുതാ. ഫൗണ്ടേഷൻ ഒന്നും വേണ്ട. ഫൗണ്ടേഷൻ ഇടണല്ലോ. അതൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മള് ലിപ്സ്റ്റിക് ഇടുന്നത്. നോക്ക്
ബ്രൈറ്റനിങ് ക്രീം. ഇതാണ് ഫൗണ്ടേഷൻ. എങ്ങനെ ഇത്? ഇതൊക്കെ എന്തുവാ ഇത്? ആ ഇങ്ങനെയാണ്. അങ്ങനല്ല അങ്ങനല്ല അടാ 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 അടാ. ആ ഓക്കെ. അഞ്ഞൂറ് പോയി. ഇതാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഓറഞ്ച് കളറില്ലേ? ബ്രൈറ്റ്നസ് സെറോ അല്ലേ? ഇത് കുഴപ്പമില്ല. ഇത് എന്താ ഇത്? ഇത് നീ നിന്റെ ഹെൽപ്പും കൂടി ഇതിനകത്ത് ആവാം കുറച്ച് കേട്ടോ. അത് നടച്ച് ബ്ലഷാണ്. ബ്ലഷ് ഏത് കളറിലാ? കളറൊന്നും എനിക്കറിയത്തില്ല. ബ്ലഷ് എന്താ? ബ്ലഷ് ചുവന്നിരിക്കും. അപ്പൊ ഇങ്ങനെ കളർ അറിയത്തില്ലെന്ന് പറഞ്ഞേ. സോറി. സത്യത്തിൽ ഇത് ഇട്ടിട്ടായിരുന്നു മോയ്സ്ചറൈസർ ഇടണ്ട്. ഫൗണ്ടേഷൻ കിട്ടി. ഇതായിരുന്നു ഫൗണ്ടേഷൻ കേട്ടോ. എങ്ങനെയാ? ഓ ഇതോട്ടെ. ഇതില്ല ഇങ്ങനെ കളി കൊണ്ട് വെച്ചുണ്ടാക്കിയതാണോ? ഇങ്ങനെ ആ നമ്മൾ ശരിക്കും ഇത് വെച്ചാണ് ഇത് തുടങ്ങണ്ടേ കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചില കല്യാണ വീഡിയോസിനകത്തൊക്കെ കല്യാണ പെണ്ണിനെ ഒരുക്കുന്നു കണ്ടിട്ടുണ്ട്. ഇത് കൊള്ളാം ഗൈസ്. ഇതാണ് ഈ കൂട്ടത്തിൽ എനിക്ക് കണ്ണടച്ച സത്യം പറഞ്ഞാൽ ഇത് എ സിയിൽ ഇരുന്നാൽ ചെയ്യണ്ടേ. നമുക്ക് ഇവിടെ എ സി സൗകര്യം കുറവാണ്, അതുകൊണ്ട് ഫാൻ്റെ കീഴിൽ ഇരുന്നാൽ ചെയ്യുന്നത്. ജലദോഷമാണോ ഗൈസ്? മണം അടിച്ചു. ചുമ്മാ അല്ല മേക്കപ്പിന് ഇത്ര സമയം എടുക്കുന്നു. സാധാരണ കുറച്ചെടുത്താൽ മതി. ഞാൻ പറയുന്നത് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ഈ കണ്ടിട്ടില്ലാത്തതിൻ്റെ ഒരു പരിചയക്കാരുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ നമുക്ക് ഒറ്റ വട്ടം ശരിയാക്കി എടുക്കായിരുന്നു. എന്നാലും ഇപ്പം തന്നെ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും കുറച്ച് സമയം എടുക്കുമായിരിക്കും. കഴുത്തിന് വലിയ
അവസാനം പറയും കുട്ടി പറഞ്ഞ സിമ്പിൾ മേക്കപ്പ് ആണ്, അതിനകത്ത് കഴിവ് മൊത്തം ഇറക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയും. അതല്ലേ ഇതിപ്പോ കുഴപ്പമില്ലെന്നാലും നോക്കില്ല തുമ്പത്തെ പോകുന്നുണ്ട്. പണ്ട് സ്കൂളില് ആനിവേഴ്സറിക്ക് മേക്കപ്പ് ചെയ്യുന്നവരായോ? അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ സ്കൂളിൽ ആനിവേഴ്സറിക്ക് മേക്കപ്പ് ചെയ്യുന്നത്. കണ്ണട തേച്ചിട്ട് എന്നെ നോക്കാതെ സെറിലോട്ട് നോക്കൂ ഗൈസ്. എങ്ങനെയുണ്ട്? ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ കാണാവുള്ളൂ, എന്നാലേ അതിനൊരു വെറുപ്പ് വരും. ഇനി നമ്മള് ഇവിടെ കണ്ണെഴുതുന്നതാണ്. ഐഷാഡോ ഇടാൻ ഐഷാഡോ ഇടണോ? ഐഷാഡോ ഉണ്ടോ? നോക്കട്ടെ. ഇത് ചെമ്മല സാധനം വെച്ചാണ്. അത് നമുക്കൊരു പുതിയ അറിവായിരുന്നു. കണ്ണട കുറേ ഇത് വെച്ചിനി ഈ സാധനം വെച്ച് തുടയ്ക്കാൻ പറ്റുമോ? ഇനി തന്നെ പയ്യെ ഇത് വെച്ച് തുടയ്ക്കാൻ പറ്റുമോ? ഓക്കെ. കണ്ടു ചേച്ചി ചെള്ളക്കല്ലേ ഇത് ചുമക്കട്ടെ കഴിച്ചു. ഈ സൈഡിൽ നിൽക്കുമ്പോൾ ഈ സൈഡിൽ ചോട്ടാ ഭീമിന്റെ ചുക്കിയൊക്കെ ഇട്ടാവോ? ചുക്കി എനിക്കറിയത്തില്ല. ബ്രഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. അത് തേച്ച് പിടിപ്പിച്ചിട്ട് പാടാം. ഇങ്ങനെയാണ് അത് തൂപ്പല്ല ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചിരിക്കാണ്. നമുക്ക് ശരിയാക്കി എടുക്കാം.
കുഴപ്പമില്ല guys. ബ്രഷ് കുടിപ്പിക്കും കുറയ്ക്കാൻ ചെയ്യുന്നത്. കൊള്ളാലോ, സുന്ദരിയായല്ലോ. ഇനി കണ്ണെഴുതണ്ടേ? കണ്ണെഴുതണം. കണ്ണെഴുതുന്നതല്ലേ? മസ്കാര എന്തിനാന്ന് വെച്ചാൽ തുറന്നു നോക്കട്ടെ, അപ്പൊ അറിയാം. ആ അറിയാം, മസ്കാര ഇങ്ങനെ ചെയ്യാൻ പോയി കൈ തുറക്കട്ടെ. തിരികെയല്ലോ, പീലി, കൺപീലി ഒന്ന് ഇങ്ങനെ ആക്കി. അതെനിക്ക് അറിയത്തില്ല. മേളിലോട്ടാണോ? കണ്ണടച്ചേ. ആ അങ്ങനെടാ, അതാ കറക്റ്റ്. ആ സൂപ്പർ. ഇനി ഇത് ഇങ്ങനെ കണ്ണിന് ബോർഡർ അടിക്കുന്നത്, കണ്ണെഴുതുന്നത്. ഇനി പേരൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഐലൈനറൊന്നും ഇല്ല. ഇതാണോ ഐലൈനർ? ഓക്കെ. ഇത് കൈ വരയ്ക്കുമല്ലോ. കൊറേ സ്റ്റേരി പിടിക്കായിരിക്കും. കണ്ണൂർ ടിവിയിലല്ലേ? പടത്തല്ലേ നീലിയായോ ഗൈസ്? നമ്മളപ്പോ അത് പടത്താം, മാക്സിമം പടത്താം. അത് ഇച്ചിരി അലം പറ്റി ഗൈസ്. ഇത് തുടച്ചെടുക്കുന്ന എങ്ങനെ ഒന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യില്ല, എനിക്ക് അതറിയത്തില്ല. ഇനി തുടച്ചാൽ പോയത് വെള്ളം തുടച്ചാൽ പോവും, പടരുന്നു പോവും, നമ്മളവിടെ തിരിച്ചു പിടിക്കും.
ഓക്കെ. തറ വീടുണ്ട് ചെന്നൈയില്. കണ്ണൂന്ന് കുറച്ച് പിന്നെയും പറഞ്ഞു. ഇച്ചിരി നമുക്ക് ആ കണ്ണിന് താഴെ ഇച്ചിരി ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് ആ കറുപ്പൊന്നും തുമ്പത്തിടാവും. കൊള്ളാം. പിരികം വരയ്ക്കണ്ടേ? ആ ഇനി വരയ്ക്കും. ഇവിടെ ഐബ്രോ പെൻസിൽ ഇല്ല, നമുക്ക് മസ്കാര വെച്ചേ ആ ഇച്ചിരി ഇച്ചിരി ആക്കിയാ ഓക്കെ. ഇച്ചിരി മൂക്കിലും ഇവിടെ ഇച്ചിരി ബ്രഷ് വേണം. ഇതല്ലോ ഇതല്ലല്ലോ ഇത്. ജോക്കർ ഒന്നും ആവത്തില്ല. എന്തായാലും ജോക്കർ അതിൻ്റെ ഒരു നീതി ആവാനുള്ള ലക്ഷണങ്ങൾ പലതാണ്. ചാടി പൊക്കി പോയി. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരും. ഓക്കെ. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു, ആദ്യം ഇടയ്ക്ക് വെച്ചാൽ പറഞ്ഞു ഇതൊരു കുറേ സ്റ്റൈൽ മേക്കപ്പാ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മസ്കാര ഇവരുടെ ഇതിൻ്റെ തലയില്ല ഇത് നമ്മള് ഇതേപോലത്തെ കുറെ വീഡിയോസ് പലരും ഇറക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് കുക്കിയുടെ അർത്ഥം എന്താണെന്നറിയോ? കുക്കിയുടെ അർത്ഥം അറിയത്തില്ല. ക്ലീൻ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇപ്പൊ ടോയ്ലറ്റിൽ ഇരുന്ന് കുക്കിമാനെന്ന് വിളിച്ചാൽ വന്ന് ചന്തയായി കൊടുക്കും. അങ്ങനെയൊക്കെ കുക്കിയുടെ അർത്ഥം. അതറിഞ്ഞിട്ടാണ് എല്ലാരും വിളിക്കുന്നത്. ദിഗംബരനായോ? ദിഗംബരൊന്നും ആയില്ല. ഇത്രയൊന്നും അതിൻ്റെ ഇത് ഞാൻ അത് വരച്ചെടുക്കുന്നേ. നമ്മള് ബീച്ചുകളിൽ നിന്നാണ് പഠിക്കുന്നത് പലതും.
തേച്ചൊക്കെ വെച്ച് എനിക്ക് എഴുതുണ്ടായിരുന്നു. ഞാൻ എല്ലാം കൂടെ എങ്ങനെ കഴിക്കളയും? നമ്മളിപ്പോ ഏതെങ്കിലും തോട്ടി കൊണ്ടിറങ്ങുന്നില്ല. മൊത്തത്തിൽ ഇപ്പൊ പഠിച്ചെടുക്കും. ഇത്രയും നല്ലോണം വരയ്ക്കാൻ അറിയാമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഇതിനകത്ത് വരയ്ക്കാൻ മതിയായിരുന്നു. ക്യാൻവാസിൽ ബ്ലഷൊക്കെ കൂടിപ്പോയെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ പൊട്ട് വെക്കുന്നില്ല, നമ്മൾ ഇത് വെച്ചിട്ട് പൊട്ടിടുക. അങ്ങനെ ആ പൊട്ടിച്ചിരിക്കുന്നത് നമ്മൾ അന്ന് അമ്പലത്തിൽ വന്നപ്പോ ഒരു പെങ്കുച്ചിനെ കണ്ടില്ലേ? ആ കൊച്ചിന്റെ കണ്ണെഴുതുന്ന പോലെ ഞാൻ എഴുതിയത്. അതെന്റെ എന്റെ മനസ്സിൽ നിന്ന് പോയില്ലായിരുന്നു. എന്താ കണ്ണെഴുതിയതോ അതാ കൊച്ചിന്? നമ്മൾ ഇച്ചിരി പൗഡർ കാണാമോ? പൗഡർ തന്നെ തരുമോ? പൗഡർ അത് ഞാൻ അങ്ങനെ പൊട്ടിനിയും വരും. പൗഡർ ഇടണ്ട, ഞാൻ തുമ്മും. അത് കുഴപ്പമില്ല. ഇച്ചിരി ഒന്ന് വലിയ പൊട്ടാക്കണം. ഓ മൈ ഗോഡ്, ഒത്ത് പാമ്പിനെ അല്ല, ഒത്തെന്നല്ല പറഞ്ഞേ, ഒത്തെന്നാ പറഞ്ഞു. നമ്മള് പൗഡർ സൂക്ഷിച്ചാണ് അത് ബ്ലഷ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് അന്നേരം ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി നോക്കട്ടെ. നമുക്ക് ഏകദേശം ഈ നെഞ്ച സംഭവം ഇട്ടില്ല. അതിന് പോട്ടെ. തലമുടി കൊറിയൻ സ്റ്റൈൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഉണ്ട്. ഓ മൈ ഗോഡ്, അനങ്ങിയിരിക്കും. ആ കോമ്പ് മലരാണോ? മലറിന് വരെ ഈ ഹെയർ സ്റ്റൈൽ കോമ്പ്. ഓക്കെ, നമ്മൾ കോമ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇച്ചിരി ഹെയർ സെറം ഇടാം. സോറി, കുറച്ചുകൂടി വേണം.
ഓക്കെ. തിരി. കുറച്ചുകൂടി കുറച്ചും കൂടി. നമുക്ക് ടൈം കിട്ടണ്ടേ? തിരിഞ്ഞു. നെറ്റ് കാണും. നെറ്റ് കാണാമല്ലോ. ഫുട്ബോൾ കളിക്കാനുള്ള നെറ്റ് വേണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യാനാ? അത് ഒതുക്കണം. എന്തുവാ ഇത്? ഏയ് ഗൈസ്, സഹകരിക്കുക ഗൈസ്. ആ അതൊന്നും വേണ്ട. നോക്കട്ടെ, അടങ്ങിയിരിക്കുക. ആ ഞാൻ ഇപ്പൊ ഇടും. ഇത് എന്റെ അവകാശമാണ്. ഇത് വേറെ ആരും ചോദിക്കാൻ പറ്റും. Sorry. അവിടെ ഇപ്പം നമുക്ക് സാരി, ഗൗൺ അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ അവിടെയൊക്കെ സെറ്റായി. കണ്ടിട്ട് പറയണം. കണ്ടിട്ട് പറയാമല്ലോ. ഓക്കെ. കുഴപ്പമില്ല. ഫൈനൽ റിസൾട്ട് അല്ലേ നിക്കങ്ങോട്ടെ. കമ്മലും മാലയും വേണമെങ്കിലോ? ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഓഡിയൻസ് പലതും പറയുന്നുണ്ട്, ഞാനൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, ഇനി അതിനൊരു ചെറിയ പരിപാടികളുണ്ട്. ഓക്കെ, അറിയുന്നില്ലേ? ഇത് കേരള സ്റ്റേറ്റ് ആണ്. അത് ഇതിപ്പോ പിന്നെ എന്നെ ഭാര്യയൊക്കെ മാലയിടാൻ വേണേ, മാലയിടാം. ഓക്കെ, ഇത് താലിമാല. ഇത് കുറേ സ്റ്റൈലല്ല, എന്നാലും ശരി. ഇനിയിപ്പോ ഇത് എങ്ങനെ ഞാൻ ഈ ഹെയർ സ്റ്റൈൽ തിരിച്ചു കൊണ്ടുവരും? ആദ്യം ഇടണമായിരുന്നു.
നോക്കിയാ പോരായിരുന്നോ? നീ ഒന്ന് അടങ്ങി നിരിക്കേ പോയി. കമ്മല് വേണ്ട, ഇതിന് കമ്മലില്ല. എനിക്ക് തോന്നുന്നു ഈ കൊറിയുടെ ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോ നമ്മള് ഈ ഫൈനൽ റിസൾട്ട് ജസ്റ്റിനെ കാണിക്കാൻ പോകും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഫേസ് കാണാൻ പോവാം. ഓക്കെ, കണ്ണടച്ച് കണ്ണ് കുത്തി പിടിച്ചോ, അത് ബാക്കിലോട്ട് പിടിച്ചോ. ആ കണ്ണ് പറ. അതിനെന്തുവാ ഇതാ ഇച്ചിരി ഇങ്ങനെയുള്ള മേക്കപ്പ് ആയത്. എന്ത് രസമുണ്ട് ഇതിനെ കാണാൻ. എങ്ങനെയുണ്ട്? അത് ചോപ്പ് മാക്സിമം കൂട്ടിയിട്ടില്ലേ, എന്നാലും നല്ല രസമുണ്ട്. ഇല്ല, അതിന് നിങ്ങൾ പറയണേ ഗൈസ്. അപ്പൊ നമുക്ക് അസ്നെ വിളിക്കാം ഈ മേക്കപ്പിന് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി. അപ്പൊ അസ്നെ ഓർത്തെ. അസ്നെ വന്നു. ഞാൻ ഇത് കണ്ടോണ്ട് തന്നെ നിക്കുവല്ലേ, എനിക്ക് അല്ലാതെ എന്താ പറയാനാ, ഒന്നിനും ഒരു കുറവില്ല, ഇത്തിരി കൂടി പോയിട്ടുണ്ട്. സാബുന്റെ പിള്ളേരുടെ പരിപാടിക്ക് ഇതെല്ലാം കൂടുതൽ വേണം. തൂക്കിയോ സാബുന്റെ പിള്ളേര്? തൂക്കിയൊന്നും അറിയത്തില്ല, അത് ആളുകൾ പറയണ്ടേ, ഇത് കണ്ടിട്ട് എല്ലാരും അഭിപ്രായം പറയണം. ലിപ്സ്റ്റിക് ഒക്കെ ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ സ്പ്രെഡ് ആവത്തില്ല, അവിടെ അങ്ങ് ഇതാവും. അതിനെ പറ്റിയൊന്നും നമുക്കറിയത്തില്ല. നമ്മള് ചോറ് കഴിച്ചാലും എല്ലാം അത് തണ്ണിമത്തങ്ങ ഓരുണ്ട്. സത്യം, ഈ ചൂടത്ത് എല്ലാരും തണ്ണിമത്തങ്ങ അങ്കൻവാടി പോകുന്ന പിള്ളേർക്ക് പിരികെ എഴുതി കഴിക്കുന്നോണ്ടാണ് അങ്കൻവാടിയിലേ കൊറിയൻ സ്റ്റൈലിൽ നമ്മള് പിന്നെ ഇടയ്ക്ക് പിന്നെ കമ്മലിടാൻ വയ്യാത്തോട്ട് മുടി അങ്ങ് ഫ്രണ്ടിലോട്ട് ഇട്ട്, പിന്നെ സെറം തേക്കേണ്ടത് ഒരിക്കലും ഇവിടെ അല്ല കേട്ടോ, ഇവിടോട്ടാണ്. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊരു ഈ സാധനം എടുത്തില്ലേ, ഈ പ്രൊഡക്റ്റ്, ഈ ഒരു സെറം, ഇത് മോയ്സ്ചറൈസറിന് മുമ്പ് ഫസ്റ്റ് ഇടേണ്ട, ഫേസ് ക്ലീൻ ചെയ്ത് തുടച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഇടേണ്ട സാധനമാണിത്. അതിന് ഇത് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ, അത് അബ്സോർബ് ആയി കഴിഞ്ഞിട്ടാണ് സൺസ്ക്രീം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടേണ്ടത്. നമ്മുടെ കയ്യിൽ അല്ലാതെ ടോണർ അതൊന്നും ഇല്ല, നമ്മുടെ ഇത്തരം ബേസിക് ആയിട്ടുള്ള സാധനം മാത്രമേ കയ്യിലുള്ളൂ. കണ്ണാടി നോക്കിട്ട് നിനക്ക് എന്തോ ഉണ്ട്, എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഇനി എവിടെയെങ്കിലും പോകുമ്പോ ഹസ്ബൻഡ് ഇതുപോലെ ചെയ്ത് തന്നാ മതിയോ? വേണ്ട. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. സമയം എടുത്തു, ഇതാ പെണ്ണുങ്ങൾ ഒരുങ്ങാൻ ലേറ്റ് ആവുന്നത്. ഒരുങ്ങണ്ട, നിങ്ങൾ എന്തിനാ ഒരുങ്ങുന്നത്? പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇടാതെ നിങ്ങൾ എത്ര സമയം എടുത്തു? അമ്പലത്തിൽ കണ്ട കൊച്ചെ ഒരുങ്ങി വന്നോണ്ടാ നിന്റെ മനസ്സിൽ നിന്ന് മാറാത്ത ഇതുവരെ. അമ്പലത്തിൽ കണ്ടിന്റെ കൊച്ചിന്റെ കണ്ണുകൂട്ടായോ ഇപ്പൊ? അത് ഏകദേശം ആ കൊച്ചിനെ കാണാൻ വേറെ ഭംഗിയുണ്ടായിരുന്നു. നമ്മളെവിടെയും പോകണമെങ്കിൽ ബേസിക് ആയിട്ട് തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഉണ്ട്, അതിന് തന്നെ എത്ര സമയം എടുത്തെന്ന് കണ്ടായിരുന്നോ? അപ്പൊ ഇനി എവിടെയും പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പറ്റി നമുക്ക് മനസ്സിലായി. നമുക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, ചെയ്തതല്ല നിങ്ങൾ കണ്ടല്ലോ, ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് പണി അറിയാവുന്ന ആരെങ്കിലും ചെയ്താലേ ഇത് മെനയാവുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത് നമ്മള് ഈ പരിപാടി ഇവിടെ നിർത്തുക. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുക്കത്തില്ല. ഇത് ആദ്യമായിട്ട് എല്ലാരും നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അമ്മയെ കാണിക്കണമെന്നുണ്ടായിരുന്നു, അമ്മ പുറത്തു പോയി നിൽക്കുക. ഇനി അമ്മ വരുന്നിടം വരെ ഈ കൊല്ലത്ത് നിർത്താൻ പറ്റത്തില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി തേച്ച് വന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ.